രാജ്യത്തെ സാമ്പത്തിക അടിത്തറ ശക്തമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 6.3%-നും 6.8%-നും ഇടയിൽ വളർച്ച നേടും. രാജ്യത്തെ ബാങ്കുകളുടെ കിട്ടാക്കടം 2.6%-മായി താഴ്ന്നു. രാജ്യത്തെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏപ്രിൽ-നവംബർ കാലയളവിൽ 17.9% വർദ്ധിച്ചതായും സാമ്പത്തിക സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ വരുന്ന സാമ്പത്തിക വർഷത്തിലും സുസ്ഥിരമായി തുടരുമെന്ന സൂചനകൾ നൽകുന്നതാണ് ധനമന്ത്രി പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഭാരതത്തിന്റെ GDP 6.3% മുതൽ 6.8% വരെ വളരുമെന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കാർഷിക മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും രാജ്യം മികച്ച പ്രകടനമാണ് നടത്തുന്നത്. വ്യാവസായിക മേഖലയും പുരോഗതിയിലാണ്. കൊറോണയ്ക്ക് മുൻപുള്ള വർഷങ്ങളെക്കാൾ മികച്ച സ്ഥിതിയിലാണ് രാജ്യത്തെ വ്യാവസായിക മേഖലയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആഗോളതലത്തിൽ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾ, റഷ്യ-ഉക്രൈൻ സംഘർഷം തുടങ്ങിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 5.4%-ൽ നിന്നും 2024-25 ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ 4.9%-മായി കുറഞ്ഞുവെന്ന് സർവേ പറയുന്നു. രാജ്യത്തിന്റെ ഉപഭോക്തൃ വിലക്കയറ്റം 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4%-ലേക്ക് എത്തിക്കുമെന്ന ലക്ഷ്യവുമായാണ് റിസർവ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും പ്രവർത്തിക്കുന്നതെന്ന് സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തോടെ വീക്ഷിത് ഭാരത് എന്ന സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കുന്നതിന് 8% വളർച്ചാ നിരക്ക് കൈവരിക്കേണ്ടതുണ്ടെന്നും സർവേയിൽ പറയുന്നു. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായാണ് 2025-ലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചത്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജനം, ഡൽഹി.